കേരളത്തിൽ നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുന്നേയായിട്ട് ദേശീയ തലത്തിൽ നിന്ന് തന്നെയുള്ള സർവേ റിസൾട്ടുകളൊക്കെ തന്നെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളതെന്ന് പറയുന്നത്. അതിൽ തന്നെ കേരളത്തിലെ 140 നിയമസഭാ മണ്ഡലങ്ങളിൽ സംഭവിക്കാൻ പോകുന്ന മാറ്റങ്ങൾ, അട്ടിമറികൾ എന്തൊക്കെയാണ് എന്നുള്ളത് അടിവരയിട്ട് പറയുന്ന തരത്തിൽ തന്നെയുള്ള ദേശീയ സർവേ റിസൾട്ടുകളൊക്കെ തന്നെ ഇപ്പോൾ പുറത്തു വരുന്നു. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണാൻ പറ്റുന്ന ഒരു സർവേ റിസൾട്ട് ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. അത് ടൈംസ് നൗ പുറത്തുവിട്ട സർവേ റിസൾട്ട് പ്രകാരമാണ് ഇപ്പോൾ നമ്മൾ കണക്ക് വിലയിരുത്താനായി പോകുന്നത്. ടൈംസ് നൗ പുറത്തുവിട്ട സർവേ റിസൾട്ട് പ്രകാരം കേരളത്തിൽ എന്ത് അട്ടിമറികളാണ് സംഭവിക്കാൻ പോകുന്നത്? UDF, BJP, LDF 3 പാർട്ടികളും ലക്ഷ്യം വയ്ക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ ഏത് തരത്തിൽ അട്ടിമറിക്കപ്പെടും? ജനങ്ങൾ ഏത് തരത്തിലാണ് ചിന്തിക്കുന്നത്? അതോടൊപ്പം തന്നെ എന്ത് തരം ട്വിസ്റ്റുകളാണ് സംഭവിക്കാൻ പോകുന്നത്? തീർച്ചയായിട്ടും ഈ സർവേ റിസൾട്ട് നോക്കുമ്പോഴത്തേക്കും വമ്പൻ അട്ടിമറി നടക്കാനായിട്ടുള്ള സാധ്യതയുണ്ട് എന്നും വളരെ വലിയ തോതിൽ ഒരു ത്രികോണ പോരാട്ടം എന്നതിലുപരി ഒരു തൂക്കുസഭയിലോട്ട് വരെ കാര്യങ്ങൾ മാറിയാലും അത്ഭുതപ്പെടാനില്ല എന്ന് വേണം ഇപ്പോൾ പുറത്തു വന്ന ടൈംസ് നൗ സർവേ റിസൾട്ട് നോക്കുമ്പോഴത്തേക്കും മനസ്സിലാവുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. നമുക്ക് അധികം താമസിയാതെ ടൈംസ് നൗ പുറത്തുവിട്ട സർവേ റിസൾട്ട് എപ്രകാരമാണ് എന്ന് നോക്കാം. ടൈംസ് നൗ പുറത്തുവിട്ട സർവേ റിസൾട്ട് പ്രകാരം നിലവിലെ കേരളത്തിലെ 140 നിയമസഭാ മണ്ഡലങ്ങൾ നോക്കുമ്പോഴത്തേക്കും LDFന് 61 മുതൽ 71 സീറ്റുകൾ വരെ ലഭിക്കാമെന്നാണ് ടൈംസ് നൗ മെട്രിക്സ് ഒപ്പീനിയൻ പോൾ സർവേ പുറത്തുവിട്ടിരിക്കുന്നത്. UDFന് 58 മുതൽ 69 സീറ്റുകൾ വരെ ലഭിക്കുമെന്നാണ് ഈ ഒരു സർവേ റിസൾട്ട് പുറത്തുവിട്ടിരിക്കുന്നത്. NDA BJPക്ക് 2 സീറ്റുകളാണ് പുറത്തുവിട്ടിരിക്കുന്ന സർവേ റിസൾട്ട് പ്രകാരം വന്നിരിക്കുന്ന കണക്കെന്ന് പറയുന്നത്. അതായത് ഒരു ടൈറ്റ് ഫൈറ്റ്, ത്രികോണ പോരാട്ടം, അതോടൊപ്പം തന്നെ പ്രവചനാതീതമായിട്ട് കാര്യങ്ങൾ മാറുമെന്നുള്ളതും അതോടൊപ്പം തന്നെ ഒരു തൂക്കുസഭയിലേക്ക് വരെ കാര്യങ്ങൾ പോകാൻ സാധ്യതയുണ്ട് എന്നുമാണ് ഈ ഒരു സർവേ റിസൾട്ട് നോക്കുമ്പോൾ മനസ്സിലാവുന്ന കാര്യമെന്ന് പറയുന്നത്. അതായത് വോട്ട് ഷെയർ കണക്ക് നോക്കുമ്പോഴത്തേക്കും LDFന് 42 മുതൽ 43%, UDFന് 41 മുതൽ 42%, NDAക്ക് 12 മുതൽ 13% എന്നുള്ള കണക്കുമാണ് ഈ ഒരു സർവേ റിസൾട്ട് പുറത്തുവിട്ടിരിക്കുന്നതെന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ഇതൊരു സർവേ റിസൾട്ട് മാത്രമാണ് എങ്കിൽ പോലും മെട്രിക്സ് ഒപ്പീനിയൻ പോൾ ടൈംസ് നൗ പുറത്തുവിട്ട ഈ ഒരു സർവേ റിസൾട്ട് പ്രകാരം നോക്കുവാണെങ്കിൽ തീർച്ചയായിട്ടും വലിയ തോതിലുള്ള അട്ടിമറികൾ നടക്കാനായിട്ട് സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് സർവേ റിസൾട്ട് നോക്കുമ്പോൾ മനസ്സിലാവുന്ന ഒരു കാര്യം. ഇതിലും നേരിയ തോതിൽ മുൻതൂക്കം കൊടുത്തിരിക്കുന്നത് LDFനാണ് എന്നുള്ളതാണ് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് പറയാനുള്ള ഒരു കാര്യമെന്ന് പറയുന്നത്. എന്തായാലും ഒരു തൂക്കസഭയിലേക്കാണോ കാര്യങ്ങൾ മാറുന്നത്? UDFനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സർവേ റിസൾട്ട് അത്ര ശുഭകരമായിട്ടുള്ള ഒരു കാര്യമല്ല. പക്ഷേ പല സർവേ റിസൾട്ടുകളും പുറത്തു വന്നപ്പോഴത്തേക്കും UDFന് അനുകൂലമായിട്ടുള്ള ഒരു തരംഗമുണ്ട് എന്ന തരത്തിൽ തന്നെയായിരുന്നു. പക്ഷേ ടൈംസ് നൗ പുറത്തുവിട്ട സർവേ റിസൾട്ട് പ്രകാരം LDFന് ആശ്വസിക്കാനായിട്ടുള്ള ഒരു വകുപ്പുണ്ടെങ്കിൽ പോലും തൂക്കുസഭയിലേക്ക് കാര്യങ്ങൾ മാറാനുള്ള സാധ്യതയുണ്ട് എന്നാണ് ടൈംസ് നൗ പുറത്തുവിട്ട സർവേ റിസൾട്ട് പ്രകാരം കാണപ്പെടുന്നത്. അതോടൊപ്പം തന്നെ NDAക്ക് 2 സീറ്റുകൾ ഉറപ്പിച്ചു പറയുന്നതായിട്ടാണ് ഈ സർവേ റിസൾട്ടുകൾ പറയുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. തീർച്ചയായിട്ടും സർവേ റിസൾട്ട് പ്രകാരം നോക്കുമ്പോഴത്തേക്കും തൂക്കുസഭയിൽ സാധ്യതയുണ്ട് എന്ന തരത്തിലോട്ട് കാര്യങ്ങൾ വിലയിരുത്താം. പക്ഷേ സർവേ റിസൾട്ടാണ്, പലതരത്തിലുമുള്ള ദേശീയ തലത്തിൽ തന്നെയുള്ള സർവേ റിസൾട്ടുകളൊക്കെ തന്നെയും ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ്. അതിൽ UDFന് മുൻതൂക്കം പല സർവേയും പറയുന്നുണ്ട്. നിലവിൽ LDFന് വളരെ കുറവാണ് സർവേ റിസൾട്ടുകളിൽ പലതിലും മുൻതൂക്കം പറയുന്നതെങ്കിൽ പോലും ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് പുറത്തു വന്ന ഈ ഒരു സർവേ റിസൾട്ട് പ്രകാരം ടൈംസ് നൗ പുറത്തുവിട്ട സർവേ റിസൾട്ട് പ്രകാരം നേരിയ തോതിലുള്ള മുൻതൂക്കം LDFന് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അതും ഒരു ടൈറ്റ് ഫൈറ്റാണ്, തൂക്കുസഭയിലേക്ക് കാര്യങ്ങൾ മാറുമെന്ന് തന്നെയാണ് ഈ സർവേ റിസൾട്ട് പ്രകാരം നോക്കുമ്പോഴത്തേക്കും മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. വോട്ട് ശതമാനമായാൽ പോലും വളരെ ഇഞ്ചോടിഞ്ച് വോട്ട് ശതമാന കണക്കാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നതെന്ന് പറയുന്നത്. എന്തായാലും കേരളത്തെ സംബന്ധിച്ചിടത്തോളം നിലവിലത്തെ സാഹചര്യത്തിൽ ഈ പറയുന്ന 140 നിയമസഭാ മണ്ഡലത്തിൽ പല സ്ഥലങ്ങളിലും പ്രവചനാതീതമായിട്ടാണ് കാര്യങ്ങൾ നിലനിൽക്കുന്നത്. അതായത് കുറഞ്ഞത് ഒരു 30 മണ്ഡലത്തിലെങ്കിലും കാര്യങ്ങൾ കട്ടുകട്ടിയായിട്ടാണ് നിൽക്കുന്നത് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. കാരണം ത്രികോണ പോരാട്ടമായിരിക്കും ഈ 30 മണ്ഡലങ്ങളിലെങ്കിലും നടക്കാനായി പോകുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെയും എന്തും സംഭവിക്കുന്ന ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ മാറുമെന്നുള്ളത് വ്യക്തമാണ്. അത് സർവേ റിസൾട്ടുകൾ പറയുന്ന കണക്ക് തന്നെയും ഒരു തരത്തിലുമുള്ള പ്രവചനങ്ങൾ നടത്താൻ സാധിക്കാത്ത വണ്ണമുള്ള
സ്ഥലങ്ങളും നിലവിൽ കേരളത്തിലുടനീളമുണ്ട് എന്നുള്ളതും മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ്. തീർച്ചയായിട്ടും കേരളത്തിൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് വളരെ വലിയ തോതിൽ കഴിഞ്ഞ തവണ ഒന്നും തന്നെ കാണാത്ത കണക്കുള്ള പല സംഭവ വികാസങ്ങളും നടക്കാനായിട്ട് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ഒരു തെരഞ്ഞെടുപ്പ് തന്നെ ആയിരിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അതിൽ പല തരത്തിലുമുള്ള സർവേ റിസൾട്ടുകൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. LDFിന് അനുകൂലമായിട്ടുള്ള സർവേ റിസൾട്ടുകൾ പുറത്തു വരുന്നുണ്ട്, UDFിന് അനുകൂലമായിട്ടുള്ള സർവേ റിസൾട്ടുകൾ പുറത്തു വരുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ ദേശീയ തലത്തിൽ നിന്ന് തന്നെയുള്ള ഒരു സർവേ റിസൾട്ട്, ടൈംസ് നൗ പുറത്തുവിട്ട സർവേ റിസൾട്ടിൽ നിന്നും മനസ്സിലാവുന്ന, ലേറ്റസ്റ്റ് സർവേ റിസൾട്ടിൽ നിന്നും മനസ്സിലാവുന്ന ഒരു കാര്യം, ഒരു തൂക്ക് സഭ വരാനായിട്ടുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. അതിൽ നേരിയ തോതിലുള്ള ഒരു മുൻതൂക്കം LDFിന് കൊടുത്തിരിക്കുന്നു. BJP 2 സീറ്റുകൾ ഉറപ്പായിട്ടും നേടുമെന്നുള്ളതും ടൈംസ് നൗ നൽകിയിരിക്കുന്ന കാര്യം ഈ ഒരു സന്ദർഭത്തിൽ വ്യക്തമായി മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ്. എന്തായാലും UDF, LDF, BJP വളരെ ടൈറ്റ് ഫൈറ്റായിട്ട് കാര്യങ്ങൾ മാറുമെന്നുള്ളതും ത്രികോണ പോരാട്ടങ്ങൾ പലയിടത്തും നടക്കാനായിട്ടുള്ള സാധ്യതകൾ വളരെയേറെ കൂടുതലാണ് എന്നുള്ളതും ഈ ഒരു സർവേ റിസൾട്ട് നോക്കുമ്പോഴത്തേക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. പക്ഷേ തിരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കുമ്പോൾ തന്നെയും ജനമനസ്സ് ഏത് തരത്തിലാണ് ചിന്തിക്കുന്നത്, അത് UDFിനൊപ്പമാണോ LDFിനൊപ്പമാണോ BJPക്കൊപ്പമാണോ എന്നറിയാനായിട്ട് ഇനിയും ദിവസങ്ങൾ കാത്തിരിക്കേണ്ടത് അനിവാര്യം തന്നെയാണ്. ഇനിയുള്ള ദിവസങ്ങൾ വളരെ നിർണായകം തന്നെയാണ് 3 പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം. സ്ഥാനാർത്ഥി നിർണയം 3 പാർട്ടികളും ഒഫീഷ്യലായിട്ട് എല്ലാ അർത്ഥത്തിലും അനൗൺസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും എന്ത് തരം മാറ്റങ്ങൾ ജനങ്ങളിൽ ഉണ്ടാകുമെന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടത് അനിവാര്യം തന്നെയാണ്. അതൊക്കെ തന്നെ എത്രത്തോളം വോട്ടായി മാറും, ത്രികോണ പോരാട്ടം നടക്കുന്ന സ്ഥലങ്ങളിൽ അതൊക്കെ തന്നെ എത്രത്തോളം വോട്ടായി മാറുമെന്നുള്ളതും കണ്ടറിയേണ്ടത് അനിവാര്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല.